അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അയക്കപ്പെട്ട ദീന് സിറാത്തുൽ മുസ്തഖീം, ശരിയായ ആ പാത, അള്ളാഹുവിന് തൃപ്തി കരസ്ഥമാക്കാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും നമ്മൾ നിർബന്ധമായും സഞ്ചരിക്കേണ്ട, നമ്മൾ പ്രവേശിക്കേണ്ട ആ പാതയിലായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സ്വഹാബത്തിനെ വിട്ടേച്ചു പോയത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിന്റെ ആദർശത്തെ, അവരുടെ വിശ്വാസത്തെ മറ്റുള്ള എല്ലാ മനുഷ്യർക്കും ഒരു മാനദണ്ഡമായി നിശ്ചയിച്ചത്. അതുകൊണ്ടാണ് എന്നുവെച്ചാൽ അള്ളാഹു തൃപ്തിപ്പെട്ട ആദർശം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആദർശത്തിലായി സ്വഹാബത്തിനെ വളർത്തിയെടുത്തു. അങ്ങനെ ആ ഒരു അവസ്ഥയിലായിട്ടാണ് സ്വഹാബത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോകുന്നത്. അതുകൊണ്ട് അള്ളാഹു ഖുർആനിൽ ഈ സ്വഹാബത്തിനെ നമ്മൾക്ക് മുന്നിൽ ഒരു മാതൃകയായി നിശ്ചയിച്ചു തരാണ്. അള്ളാഹ് ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. അള്ളാഹു പറയുന്ന ഈ വാക്ക് വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിനോട് അഭിമുഖീകരിച്ച് അവരോട് പറയാണ്. ആരെപ്പറ്റി പറയാണ്? വിശ്വസിക്കാത്ത, അന്നത്തെ കാലത്ത് അള്ളാഹുൽ വിശ്വസിച്ചിട്ടില്ലാത്ത എല്ലാവരെ സംബന്ധിച്ചും അള്ളാഹു പറയാണ്, ഫൈൻ ആമനു, അവർ വിശ്വസിച്ചാൽ. അന്ന് വിശ്വസിക്കാത്ത ആളുകൾ, അത് വേദക്കാരാണെങ്കിലും മുശ്രിക്കുകളാണെങ്കിലും അല്ലെങ്കിൽ ഈമാൻ നടിക്കുന്ന മുനാഫിക്കുകളാണെങ്കിലും ആരാണെങ്കിലും, ഇതെല്ലാ കാലത്തെ എല്ലാ ആളുകൾക്കും ബാധകമാണ്. അവർ വിശ്വസിച്ചാൽ എങ്ങനെ? ബിമിസ്ലി മാ ആമൻതും ബിഹി, സ്വഹാബത്തെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ, സ്വഹാബത്തെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ. ഫഖദ് ഇഹ്തദൗ, അങ്ങനെ അവർ വിശ്വസിച്ചാൽ അവർ ഹിദായത്തിലായി. അവർ അള്ളാഹ് ഉറപ്പ് തരികയാണ്. എന്ന് വെച്ചാൽ ഒരാളുടെ ഈമാൻ സ്വഹാബത്തിന്റെ ഈമാൻ പോലെയാണെങ്കിൽ, സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ സ്വഹാബത്തിന്റെ ആദർശ നിലപാടുകൾ ഒരാൾക്കുണ്ടെങ്കിൽ അവൻ ഹിദായത്തിലാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ ഗ്യാരണ്ടിയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ വിശ്വാസം സ്വഹാബത്തിന്റെ വിശ്വാസം പോലെയാണോ എന്ന് പരിശോധിക്കുക എന്നുള്ളത്. നമ്മൾ ഹിദായത്തിലായി എന്ന് ഉറപ്പിക്കാൻ നമ്മുടെ മുന്നിൽ അതല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നർത്ഥം. നമ്മൾ സിറാത്തുൽ മുസ്തഖീമിലാണ്, നമ്മൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന മാർഗത്തിലാണ്, നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിലാണ്, സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിലാണ് എന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്കത് നമ്മുടെ വിഷയത്തിൽ, നമ്മുടെ സ്വന്തത്തിൽ ഉറപ്പിക്കണമെങ്കിൽ, തീരുമാനിക്കണമെങ്കിൽ നമ്മളുടെ വിശ്വാസം സ്വഹാബത്തിന്റെ വിശ്വാസം പോലെയാണോ അല്ലയോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അവസാന കാലഘട്ടത്തിൽ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഹദീസുണ്ട്. ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മത്തു അലാ 73 ഫിർഖ. എന്റെ ഈ ഉമ്മത്ത്, മുസ്ലിം സമൂഹം, സമുദായം 73 വിഭാഗങ്ങളായി, കക്ഷികളായി, ഗ്രൂപ്പുകളായി തിരിയും, ഛിന്ന ഭിന്നമായി തീരും. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുഹാ ഫിന്നാർ. ആ 73 നരകത്തിലാണെന്ന് പഠിപ്പിച്ചത്. ഇല്ല വാഹിദ്, ഒരു വിഭാഗം ഒഴികെ. സ്വഹാബത്ത് ചോദിക്കണം, മൻഹും യാ റസൂലല്ലാഹ്, ആ ഒരു വിഭാഗം ആരാണ് റസൂലെ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താ? മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഇന്നേ ദിവസം ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിലാണോ, ഏതൊരു ആദർശത്തിലാണോ, ഏതൊരു നിലപാടുകളിലാണോ അവരാണ് നരകത്തിൽ പെടാതിരിക്കുകയുള്ളൂ, അവർ മാത്രം. പക്ഷെ ബാക്കിയുള്ള എല്ലാ മുസ്ലിമീങ്ങളും നരകത്തിൽ പ്രവേശിക്കാൻ അർഹരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാൻ. അവർ പ്രവേശിപ്പിക്കുന്നതും പ്രവേശിപ്പിക്കാതിരിക്കുന്നതൊക്കെ റബ്ബിന്റെ തീരുമാനമാണ്. റബ്ബ് ഉദ്ദേശിച്ചവരെ പ്രവേശിപ്പിക്കും, ഉദ്ദേശിച്ചവർക്ക് പുറത്തു കൊടുക്കും. അതൊക്കെ റബ്ബിന്റെ മശീഅത്തിന് കീഴിലാണ്.
പക്ഷേ അവർ നരകത്തിൽ പ്രവേശിക്കാൻ അർഹരായ രൂപത്തിലാണ് റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരിക. ആരൊഴികെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും. അന്ന് ആ പറയുന്ന ദിവസം ഏതൊരു ആദർശത്തിലാണോ, ഏതൊരു നിലപാടുകളിലാണോ, ഏതൊരു വിശ്വാസത്തിലാണോ, അതേ രൂപത്തിൽ നിലകൊള്ളുന്ന ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും നരകത്തിൽ പോവാൻ അർഹരാണ്. അത് മുസ്ലിമീങ്ങളുടെ വിഷയമാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു മുസ്ലിം ആയാൽ പോരാ, മറിച്ച് സ്വഹാബത്ത് എന്താണോ ഇസ്ലാമായി മനസ്സിലാക്കിയത്, അവരെന്താണോ ഇസ്ലാമായി നടപ്പിലാക്കിയത്, അതേ നമ്മൾ ഇസ്ലാമായി മനസ്സിലാക്കാനും നടപ്പിലാക്കാനും പാടുള്ളൂ. അതാണ് ശരിയായ ഇസ്ലാം. കലർപ്പില്ലാത്ത, മറ്റ് കൂട്ടിക്കലർത്തലുകൾ ചേർന്നിട്ടില്ലാത്ത, കുറയ്ക്കലുകളില്ല വന്നിട്ടില്ലാത്ത, എങ്ങനെ അള്ളാഹു അവതരിപ്പിച്ചുവോ, എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നുവോ അതേ ദീൻ എന്നുള്ളത് സ്വഹാബത്ത് നടപ്പിലാക്കിയ, അവർ മനസ്സിലാക്കിയ, അവർ നമ്മൾക്ക് കാണിച്ചു തന്ന ദീനാണ്. ഇത് നമ്മൾ ആമുഖമായി നേരത്തെ വിശദീകരിച്ചാണെങ്കിൽ കൂടെ അതിന് ഗൗരവം കൊണ്ട് വീണ്ടും ആവർത്തിച്ചതാണ്. അപ്പൊ നമ്മൾക്ക് സ്വഹാബത്തിനെ പോലെ നമ്മുടെ ദീൻ ആക്കിയാലല്ലാതെ നമുക്ക് റബ്ബിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ മറ്റൊരു വഴിയുമില്ല എന്ന് ചുരുക്കം. ഇത്രയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, സ്വഹാബത്തിന്റെ വിശ്വാസം അപ്പൊ എന്തായിരുന്നു, അവരുടെ വിശ്വാസ കാര്യങ്ങൾ, അവരുടെ നിലപാടുകൾ എന്തൊക്കെയാണ്? അത് നമുക്ക് മുഴുവൻ A to Z പറയുക എന്നുള്ളത് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. അത് പറയാൻ താല്പര്യം ഇല്ലാന്നോ ഇമ്പോർട്ടൻ്റ് അല്ല എന്നൊന്നും അല്ല. പക്ഷെ ഇത്തരം ഒരു ഒരു കൂടിക്കാഴ്ചയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ആദ്യം മുതൽ അവസാനം വരെ പറയുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല. അതിന് മാത്രം സമയവും സന്ദർഭമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ സമൂഹത്തിൽ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ ഏറ്റവും അധികം ആളുകൾ ബിദ്അത്തിന്റെ അല്ലെങ്കിൽ തെറ്റായ വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുള്ള കക്ഷികൾ, അവർക്ക് ഏറ്റവും കൂടുതൽ പിഴവ് സംഭവിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതോ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം ഇൻഷാ അല്ലാഹ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കാം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ഏറ്റവും നല്ല രൂപത്തിൽ സ്വഹാബത്തിന്റെ മാർഗം എന്താണോ അത് നമ്മൾ കൃത്യമായി സ്വീകരിച്ചാൽ ഒരു പരിധി വരെ നമ്മുടെ വിശ്വാസം സ്വഹാബത്തിന്റെ വിശ്വാസം പോലെയാണ് നമുക്ക് പറയാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഏറ്റവും അതിൻ്റെതായ ഗൗരവത്തിൽ തന്നെ ഉൾക്കൊള്ളാനും അതേപോലെ തന്നെ നമ്മുടെ വിശ്വാസമാക്കി തീർക്കാനും നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. എന്താണ് സ്വഹാബത്തിന്റെ വിശ്വാസം, അതിലെ പ്രധാനപ്പെട്ട നിലപാടുകൾ? ഒന്നാമത്തെ കാര്യം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള വിശ്വാസമാണ്. അല്ലാഹു സുബ്ഹാനഹു സംബന്ധിച്ചുള്ള വിശ്വാസമാണ്. അല്ലെ, പല ആളുകളോടും അള്ളാഹു എവിടെയെന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല, പല മുസ്ലിമീങ്ങൾക്കും അറിയില്ല. ചിലര് പറയുക എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടെന്ന, എല്ലാവിടെയും അള്ളാഹു ഉണ്ട്, അവൻ സർവ്വവ്യാപിയാണെന്നൊക്കെ പറയും. എന്നാൽ സ്വഹാബത്തിന് ഈ വിഷയത്തിലുള്ള നിലപാട് എന്തായിരുന്നു? അല്ലെ, സ്വഹാബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി, ചെറിയൊരു അടിമ പെൺകുട്ടി, വലിയ മുതിർന്ന സ്ത്രീ ആയിട്ടൊന്നുമില്ല, അതും അടിമകൾപ്പെട്ടൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യേക സാഹചര്യം, അതൊന്നും വിശദീകരിക്കുന്നില്ല, ആ പെൺകുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ ഹാജരാക്കുമ്പോൾ അവൾ ഈമാനുള്ളവളാണോ മുഅ്മിനത്താണെന്ന് പരിശോധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെൺകുട്ടിയോട് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്താ? ഐനല്ലാഹ്, അള്ളാഹു എവിടെ? അള്ളാഹു എവിടെയാണ്? അപ്പൊ ആ പെൺകുട്ടി പറയുന്ന മറുപടി എന്താ? ഫിസ്സമാ, എല്ലാത്തിന്റെ ഉപരിയിലാണ്, എല്ലാത്തിന്റെയും മുകളിലാണ്. ഇത് സ്വഹാബത്തിനിടയിൽ അറിയപ്പെട്ട ആ ചെറിയ പെൺകുട്ടി, അടിമ പെൺകുട്ടി ആയിരുന്നിട്ട് പോലും അവൾക്ക് പോലും അതിന് ഉത്തരം അറിയാം. ഈ ഉത്തരം കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിക്കുന്നത് എന്താ? ഒരിക്കലും നീ പറഞ്ഞത് ശരിയല്ല, അള്ളാഹു എല്ലാവിടെയും ഉണ്ട് എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അവളുടെ ആ മറുപടി കേട്ടിട്ട് അഅ്തിഖ്ഹ, അവളെ നീ മോചിപ്പിക്കണം, അതിന്റെ ഉടമയോട് പറയാം. ഫഇന്നഹാ മുഅ്മിനത്തുൻ, അവൾ മുഅ്മിനത്താണ്. ഈ മറുപടി കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിക്കുന്നത് അങ്ങനെ. അള്ളാഹു എല്ലാത്തിനും മുകളിലാണ്. അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് എന്താണ്? ഹുവൽ അവ്വലു
വൽ ആഹിറു വല്ലാഹിറു വൽ ബാത്തിൻ എന്ന് സൂറത്തുൽ ഹദീദിൽ അള്ളാഹ് പഠിപ്പിച്ചിരുന്നത് അവന്റെ നാമങ്ങൾ. അതിൽ ഒരു നാമം അള്ളാഹിർ, അത് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് അള്ളാഹിർ എന്ന് വെച്ചാൽ ലൈസ ഫൗഖക ഷൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുക, അള്ളാഹുവെ നീ ലാഹിറാണ് എന്ന് വെച്ചാൽ നിനക്ക് മുകളിൽ ഒന്നുമില്ല. എല്ലാ സൃഷ്ടിജാലങ്ങളും, ആകാശമായിക്കോട്ടെ, ഭൂമി ആയിക്കോട്ടെ, നക്ഷത്രങ്ങളായിക്കോട്ടെ, മലക്കുകളായിക്കോട്ടെ, കുർസി ആയിക്കോട്ടെ, അർഷായിക്കോട്ടെ, എന്തൊക്കെ സൃഷ്ടിജാലങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹുവിന്റെ താഴെയാണ്. അള്ളാഹു എല്ലാത്തിനും ഉപരിയിലാണ്, എല്ലാത്തിനും മുകളിലാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട, അതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും മുകളിലാണെന്ന് പറയും പലർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണെന്ത്, ചില ആയത്തുകൾ, ചില ഹദീസുകൾ. ഏതുപോലെ? ഉദാഹരണം, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഹുവ മഅകും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയാണ് എന്ന ആയത്ത്. ഇതുപോലത്തെ പല ആയത്തുകളുണ്ട്. അല്ലെ? അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നില്ലേ, ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുമ്പോൾ ശത്രുക്കൾ തൊട്ട് മുകളിൽ വന്ന് നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറോട് പറയുന്നത് എന്താ? അബൂബക്കറെ, താങ്കൾ പേടിക്കേണ്ടതില്ല. മൂന്നാമതായി അള്ളാഹു ഉള്ള രണ്ടാളുകളെ പറ്റി താങ്കൾ എന്താണ് വിചാരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോട് ചോദിക്കാം. മൂന്നാമതായി അള്ളാഹു ഉള്ള രണ്ടാളുകൾ, ചില അവർ ആ രണ്ടു പേര് കൂടി മൂന്നാമതായി ആരുണ്ട്? അള്ളാഹു ഉണ്ട്. അങ്ങനെയുള്ള രണ്ടു പേരെ പറ്റി താങ്കൾ എന്താണ് വിചാരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോട് ചോദിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള പല ഹദീസുകളും ആയത്തുകളും കേട്ട് പലരും വിചാരിച്ചിട്ടുള്ള അള്ളാഹു എല്ലാവിടെയും ഉണ്ടെന്ന. അത് ശരിയല്ല. അള്ളാഹു അവന്റെ അറിവ് കൊണ്ട്, അല്ലെങ്കിൽ അവൻ നമ്മെ വലയം ചെയ്തിട്ടുണ്ട് എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ മുഅ്മിനുകളെ അവൻ സഹായിക്കും എന്നുള്ള നിലയ്ക്ക് അവൻ നമ്മുടെ തൊട്ടടുത്ത്, വളരെ അടുത്തുള്ള ഒരാളെ അതിന് അതുപോലെയാണ്. എത്രത്തോളം ഹദീസുകൾ കാണാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒട്ടകപ്പുറത്തിരിക്കുന്ന സ്വഹാബി, ഒരു രണ്ട് മൂന്ന് സ്വഹാബികൾ ഉറക്കെ പ്രാർത്ഥിക്കുകയാണ്, ഉറക്കെ ദുആ ചെയ്യാണ്. ആ ഒട്ടകത്തിന്റെ പുറത്തിരിക്കുന്ന ആളുടെ ഏറ്റവും അടുത്തുള്ളത് ഒട്ടകത്തിന്റെ കഴുത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നിങ്ങൾ ഇങ്ങനെ ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ ചെവി കേൾക്കാത്തവനൊന്നുമല്ല, അതും ഒരുപാട് ദൂരത്തുള്ള ആളല്ല, മറിച്ച് നിങ്ങളുടെ ഈ ഒട്ടകത്തിന്റെ കഴുത്തുണ്ടല്ലോ, അതിനേക്കാൾ നിങ്ങളോട് അടുത്തവനാണ് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുക. ഇവിടെയൊക്കെ നമുക്ക് അർത്ഥമാക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വഹാബത്ത് മനസ്സിലാക്കിയത് അള്ളാഹു എല്ലാവിടെയും ഉണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് അവന്റെ അറിവ് കൊണ്ട്, അല്ലെങ്കിൽ അവൻ നമ്മെ സഹായിക്കും എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ അവൻ നമ്മെ മുഴുവനായി വലയം ചെയ്തിട്ടുണ്ടെന്നുള്ള രൂപത്തിൽ അവൻ മറ്റാരേക്കാളും നമ്മളോട് അടുത്തവനാണ്, മറ്റാരേക്കാളും നമ്മളോട് അടുത്തവനാണ്. അതല്ലാതെ അള്ളാഹുവിന്റെ സ്ഥാനം അവൻ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് അള്ളാഹു എല്ലാത്തിനും മുകളിലാണെന്ന. എല്ലാത്തിനും മുകളിലാണ്, അവനേക്കാൾ മുകളിൽ മറ്റൊരു കാര്യമില്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട, ഇതേപോലെ തന്നെ അള്ളാഹുവിനെ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു, അള്ളാഹു എല്ലാത്തിനും മുകളിലാണെന്നുള്ള വിഷയം ഉദാഹരണം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞതാണ്. ഇതുപോലെ ഒരുപാട് വിഷയങ്ങൾ അള്ളാഹു സുബ്ഹാനഹു സംബന്ധിച്ച് പഠിപ്പിച്ചെന്ന്, ഒരുപാട് അസ്മാകൾ, സിഫാത്തുകൾ, ഒരുപാട് വിശേഷങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു തന്നിട്ട് ഖുർആനിലും ഹദീസുകളിലൊക്കെ. ഇത്തരം വിശേഷണങ്ങളിലൊക്കെയും സ്വഹാബത്തിന്റെ നിലപാടെന്നുള്ളത് അത് അങ്ങനെ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ്. വളരെ ശ്രദ്ധിക്കണം, അങ്ങനെ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അള്ളാഹു ഇറങ്ങും എന്ന് പറഞ്ഞിട്ട് ഹദീസുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇറങ്ങും എന്ന് തന്നെ വിശ്വസിക്കണം. അള്ളാഹുവിന് കൈയുണ്ടെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ കൈയുണ്ടെന്ന് തന്നെ വിശ്വസിക്കണം. അള്ളാഹു കോപിക്കുന്നു പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ കോപിക്കും തന്നെ വിശ്വസിക്കണം. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യില്ല, സ്വഹാബികൾ എന്ത് ചെയ്യാറില്ല, അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു കാര്യം വിശ്വസിക്കുമ്പോൾ അത് മറ്റൊരു സൃഷ്ടിയുമായും അതിനെ താരതമ്യം ചെയ്യുകയില്ല, കമ്പാരിസൺ ചെയ്യുകയില്ല. ഒരു സൃഷ്ടിയുമായിട്ട് അള്ളാഹു സംസാരിക്കുന്നു പറയുമ്പോൾ മറ്റേതെങ്കിലും സൃഷ്ടികളുടെ സംസാരവുമായി അതിനെന്ത് ചെയ്യില്ല, കമ്പയർ ചെയ്യുകയില്ല, അങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയില്ല.
എന്നുവെച്ചാൽ ഒരു സൃഷ്ടിയുമായും താരതമ്യം ചെയ്യാതെയും, എന്നാൽ അതിനെ ഏത് രൂപത്തിലാണോ അത് പഠിപ്പിക്കപ്പെട്ടത് അതേ രൂപത്തിൽ തന്നെ വിശ്വസിച്ചുകൊണ്ടും നിലപാടെടുക്കുക എന്നുള്ളതാണ് സ്വഹാബത്തിന്റെ ഈ വിഷയത്തിലുള്ള രീതി. അത് അള്ളാഹു സുബ്ഹാനഹു സംബന്ധിച്ച് പഠിപ്പിച്ചെന്ന ഒരുപാട് വിശേഷണങ്ങളുണ്ട് അല്ലേ? ഖുർആനിൽ അള്ളാഹു പറഞ്ഞു ബൽ യദാഹു മബ്സൂത്തതാൻ, അവന്റെ രണ്ട് കൈകൾ നിവർത്തപ്പെട്ടതാണ്. അള്ളാഹു ഖുർആനിൽ പറയണം അവന് രണ്ട് കൈകളുണ്ട്. അതുപോലെ തന്നെ ദജ്ജാലിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന എന്താ? ദജ്ജാൽ ഒറ്റ കണ്ണനാണ്, നിങ്ങളുടെ റബ്ബ് ഒറ്റ കണ്ണനല്ല. എന്നുവെച്ചാൽ റബ്ബിന് രണ്ട് കണ്ണുകളുണ്ട്. അതുപോലെ തന്നെ സ്വഹാബത്തിനെ പറ്റി പറഞ്ഞപ്പോ റളിയല്ലാഹു അൻഹും, സ്വഹാബത്തിനെ പറ്റി അള്ളാഹു തൃപ്തിപ്പെട്ടു, അള്ളാഹു തൃപ്തിപ്പെടും. ജൂതന്മാരെ പറ്റി എന്താ പറഞ്ഞ? മഗ്ളൂബി അലൈഹിം, കോപിക്കപ്പെട്ട ആളുകൾ. ആരെ കോപിച്ചത്? അള്ളാഹു ആണ്. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു സംബന്ധിച്ച് പഠിപ്പിച്ചത്. ഇതൊക്കെ അങ്ങനെ തന്നെ വിശ്വസിക്കണം. കോപിക്കുന്ന പറഞ്ഞാൽ കോപിക്കുന്ന തന്നെ വിശ്വസിക്കണം. തൃപ്തിപ്പെടുന്ന പറഞ്ഞാൽ തൃപ്തിപ്പെടുന്ന തന്നെ വിശ്വസിക്കണം. കണ്ണെന്ന് പറഞ്ഞാൽ കണ്ണ് തന്നെ വിശ്വസിക്കണം. മുഖം എന്ന് പറഞ്ഞാൽ മുഖം തന്നെ വിശ്വസിക്കണം. എന്താണോ അള്ളാഹു സുബ്ഹാനഹു സംബന്ധിച്ച് പഠിപ്പിക്കപ്പെട്ടത് അത് അങ്ങനെ തന്നെ വിശ്വസിക്കണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു സൃഷ്ടിയുമായും അതിനെ താരതമ്യപ്പെടുത്താനും പാടില്ല. മറ്റൊരു സൃഷ്ടിയുടെ കണ്ണ് പോലല്ല അള്ളാഹുവിന്റെ കണ്ണ്, പക്ഷെ അതിന്റെ രൂപം എങ്ങനെ നമുക്കറിയില്ല. മറ്റൊരു സൃഷ്ടിയുടെ മുഖം പോലെയല്ല അള്ളാഹുവിന്റെ മുഖം, അതിന്റെ രൂപം എങ്ങനെ നമുക്കറിയില്ല. പക്ഷെ അത് മുഖമാണോ? മുഖമാണ്. കാരണം എന്താ? അള്ളാഹു ഖുർആനിൽ പഠിപ്പിച്ചെന്ന്, ഹദീസുകൾ പഠിപ്പിച്ചെന്ന് മുഖമാണെന്ന്. അപ്പൊ എന്താണോ പഠിപ്പിക്കപ്പെട്ടത് അതങ്ങനെ തന്നെ പൂർണ്ണമായി വിശ്വസിക്കൽ സ്വഹാബത്തിന്റെ രീതിയാണ്. പക്ഷെ അതെന്ത് ചെയ്യുകയില്ല? ഒരു സൃഷ്ടിയുമായും അതിനെ താരതമ്യം, കമ്പാരിസൺ ചെയ്യുകയില്ല. ഒരു സൃഷ്ടിയുമായും അള്ളാഹുവിന്റെ ഒരു വിശേഷണത്തെയും അവർ താരതമ്യം ചെയ്യുകയില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇതുമായി ഒരു കുറേ കാര്യങ്ങളിൽ, ഒരുപാട് വിശേഷണങ്ങളിൽ ഇത് ഈ ഒരു അടിസ്ഥാനം കടന്നു വരും. ഏതുപോലെ ഉദാഹരണം മനസ്സിലാൻ വേണ്ടി പറഞ്ഞത്, നമുക്കൊക്കെ അറിയാം ഇമാം മാലിക് റഹിമഹുല്ല, 4 മദ്ഹബുകളിലെ ഇമാമുകളിൽ ഒരാളായ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു പണ്ഡിതനാണ് ഇമാം മാലിക് റഹിമഹുല്ല. മദീനക്കാരനായിരുന്നു. അദ്ദേഹം മസ്ജിദുൻ നബവിയിൽ അദ്ദേഹത്തിന്റെ ദർസ് നടന്നുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ മജ്ലിസിലേക്ക് ഒരു ബിദ്അത്തുകാരൻ കടന്നു വരികയാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്, നടന്ന സംഭവമാണ്. അങ്ങനെ കടന്നു വന്നുകൊണ്ട് ഈ ബിദ്അത്തുകാരൻ ഇമാം മാലിക്കിന്റെ അടുക്കൽ വന്നിട്ട് ഒരായത്ത് ഓതുകയാണ്. എന്താണ്? അർ റഹ്മാനു അലൽ അർശി ഇസ്തവ, റഹ്മാനായ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഷിന്റെ മുകളിൽ ഇസ്തിവ ആയിട്ടുണ്ട്. ഇസ്തിവ എന്ന് പറഞ്ഞാൽ ഉപരിയിലാവുക, മുകളിലാവുക എന്നാണ് അർത്ഥം. അപ്പൊ ഈ ആയത്ത് ഓതിയിട്ട് ആ ബിദ്അത്തുകാരൻ ചോദിക്കുകയാണ്, കൈഫ ഇസ്തവ, അള്ളാഹു ഇസ്തിവ ആയി, അത് എങ്ങനെയാണ് ഇസ്തിവ ആയി? അതിന്റെ രൂപം എങ്ങനെയാണ്? അതിന്റെ രൂപം എങ്ങനെയാണെന്ന് ആ ബിദ്അത്തുകാരൻ ചോദിച്ചപ്പോ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുന്ന മറുപടി നമ്മൾ ഓരോരുത്തർ പഠിച്ചു വെക്കേണ്ട മറുപടിയാണ്. അദ്ദേഹം പറയുന്നത് എന്താ? അൽ ഇസ്തിവാഉ മഅലൂമുൻ. ഇസ്തിവ എന്ന് വെച്ചാൽ അതിന്റെ ഭാഷയിലെ അർത്ഥം അറിയപ്പെട്ടതാണ്. എന്താണ്? മുകളിലാവുക, ഉപരിയിലാവുക. പ്രത്യേകിച്ച് അല എന്ന ഹർഫിന്റെ കൂടെ വന്നാൽ മുകളിലാവുക എന്നാണ് അതിന്റെ അർത്ഥം, ഇസ്തിവാന്റെ അർത്ഥം. അപ്പൊ അത് അറിയപ്പെട്ട, ഭാഷയിൽ അറിയപ്പെട്ട അർത്ഥമാണ്. വൽ കൈഫു മജ്ഹൂലുൻ. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുന്ന അതിന്റെ രൂപം എന്നുള്ളത് നമുക്ക് അറിയിച്ചു തരാത്തൊരു കാര്യമാണ്. അല്ലെ? അള്ളാഹിനെ പറ്റി അള്ളാഹ് അറിയിച്ചു തന്നാലേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അല്ലാതെ നമുക്ക് എന്തെങ്കിലും പഠനങ്ങൾ കൊണ്ടോ നിരീക്ഷണങ്ങൾ കൊണ്ടോ ഗവേഷണങ്ങൾ കൊണ്ടോ മറ്റെന്തെങ്കിലും ഉപകരണങ്ങൾ കൊണ്ടോ നമുക്ക് കണ്ടെത്താൻ കഴിയോ? ഇല്ല. നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. വൽ കൈഫു മജ്ഹൂൽ, അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി അറിയുകയില്ല. വൽ ഈമാനു ബിഹി വാജിബുൻ, എന്നാൽ അതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അ, അതിനെപ്പറ്റി ചോദിക്കുക, അതിന്റെ രൂപം എങ്ങനെയാണ്? അള്ളാഹു ഉപരിയിലായത് ഖത്തീബ് മിമ്പർ കയറുന്ന പോലെയാണോ? രാജാവ് സിംഹാസനത്തിൽ കയറുന്ന പോലെയാണോ എന്നൊക്കെ ചോദിക്കലും ആ രൂപത്തിൽ അതിനെ സാദൃശ്യപ്പെടുത്തുകയും ആ രൂപത്തിൽ ചിന്തിക്കുകയും ചെയ്യുക എന്നുള്ളത് അത് ബിദ്അത്താണ് എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയാം. ഇതേ നിലപാടാണ് നമുക്ക് അള്ളാഹുവിന്റെ ഓരോ വിശേഷണങ്ങളോടും ഉണ്ടായിരിക്കേണ്ടത്. ഓരോ വിശേഷണങ്ങളോടും നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഇതേ നിലപാടാണ്. അതിന്റെ അർത്ഥം എന്താണോ ഭാഷയിൽ അറിയപ്പെട്ട അർത്ഥം
ആ അർത്ഥം നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കും. ആ അർത്ഥത്തിലേ നമ്മൾ അതിനെ മനസ്സിലാക്കൂ. അതിന്റെ രൂപം നമുക്കറിയില്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ തന്നെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യും. നമുക്കതിന്റെ രൂപം അറിയാൻ ഒരു നിവൃത്തിയില്ല. അത് നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്കത് അറിയാൻ കഴിയില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അതിൽ വിശ്വസിക്കും. അതിൽ വിശ്വസിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ നമ്മൾ അതിൽ വിശ്വസിക്കും. ഒരിക്കലും അതിന്റെ രൂപം എങ്ങനെയാണ്, അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് തെറ്റായ അർത്ഥത്തിൽ തെറ്റായ രീതിയിലുള്ള ചോദ്യങ്ങൾ ഒരിക്കലും നമ്മൾ ചോദിക്കാൻ നിൽക്കുകയില്ല. ഇതെല്ലാ വിശേഷണങ്ങളിലും നമ്മുടെ നിലപാട് ഇതായിരിക്കണം, അള്ളാഹുവിന്റെ ഓരോ വിശേഷണങ്ങളോടും. അതിൽപ്പെട്ട ഒരുപാട് വിശേഷണം, ഇപ്പൊ ഉദാഹരണം ഖുർആനെ പറ്റി പലരും വിചാരിച്ചിട്ടുള്ളത് ഖുർആൻ ഒരു സൃഷ്ടിയാണെന്ന്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. കലാം എന്ന് പറഞ്ഞ സംസാരം, അള്ളാഹു സംസാരിച്ചതാണ് ഖുർആൻ. പക്ഷെ നമ്മൾ ഇന്ന് ഓതുന്ന ഈ ഖുർആന്റെ ആയത്തുകൾ അത് അള്ളാഹു സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിച്ച ജിബ്രീൽ എന്ത് ചെയ്തു? അള്ളാഹുവിൽ നിന്ന് കേൾക്കുകയും ആ കേട്ട വാക്കുകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വരികയും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചൊല്ലിക്കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മൾക്ക് പഠിപ്പിച്ചു തരികയും സ്വഹാബത്തിനും അങ്ങനെ നമ്മൾക്കത് ഇവിടം വരെ എത്തുകയും ചെയ്യുന്നു. വെച്ചാൽ നമ്മൾ ഇന്ന് ഓതുന്ന ഖുർആന്റെ ആയത്തുകൾ ഇത് അള്ളാഹു സംസാരിച്ച അള്ളാഹുവിന്റെ സംസാരമാണ്, അള്ളാഹുവിന്റെ സംസാരമാണ്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ വജ്ഹ്, നമുക്ക് അള്ളാഹുവിനെ ദുനിയാവിൽ കാണാൻ സാധിക്കില്ല, ഒരാൾക്കും കാണാൻ സാധിക്കില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. മരിക്കും വരേക്കും നമുക്ക് റബ്ബിനെ കാണാൻ കഴിയൂല. പക്ഷേ മരണപ്പെട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ റബ്ബിനെ, അവന്റെ വജ്ഹിലേക്ക് നോക്കാൻ നമുക്ക് സാധിക്കും. അത് മഹ്ശറിലും സാധിക്കും, സ്വർഗത്തിലും സാധിക്കും. ഖുർആനിൽ പറഞ്ഞു വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അന്നേ ദിവസം ചില മുഖങ്ങൾ പ്രകാശിതമായിരിക്കും. എന്താ പ്രകാശിക്കാൻ കാരണം? ഇലാ റബ്ബിഹ നാദിറ, ആ മുഖങ്ങൾ അവരുടെ റബ്ബിലേക്ക് നോക്കുന്നതായിരിക്കും. അള്ളാഹുലേക്ക് നോക്കാൻ സാധിക്കും, അവന്റെ വജ്ഹ് കാണാൻ സാധിക്കും. വിശ്വാസം പഠിപ്പിച്ചു ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമർ. സ്വഹാബത്തിനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു 14-ാം രാവ് പൂർണ്ണ ചന്ദ്രനുള്ള രാത്രിയിൽ ഒരു ഗ്രൗണ്ടിൽ സ്വഹാബത്ത് നിൽക്കുകയാണ്. ആ സ്വഹാബത്ത് ചന്ദ്രനെ നോക്കി നിൽക്കുന്ന സന്ദർഭത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയാണ്, നിങ്ങൾ ഈ ചന്ദ്രനെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെയും കാണും. പക്ഷെ റബ്ബ് ചന്ദ്രനെ പോലെ ആണെന്നല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സൃഷ്ടിയെയും പോലെയല്ല അള്ളാഹു. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവനെ പോലെ ആരുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന അടിസ്ഥാനമാണത്. അപ്പോ ഒരു സൃഷ്ടിയും പോലല്ല. പക്ഷെ നമുക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വലിയൊരു ഗ്രൗണ്ടിൽ ഒരു 10 ലക്ഷം പേര് ചേർന്ന് വിചാരിക്കാം. ആ ഗ്രൗണ്ടിൽ അതിന്റെ മുകളിൽ മേഘങ്ങളൊന്നും ഇല്ല, തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഒരു പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ആള് കൂടി എന്നുള്ളതുകൊണ്ട് ഈ ചന്ദ്രനെ കാണാൻ സാധിക്കാതാവോ? ഇല്ല. അതേപോലെ സ്വർഗക്കാർ എത്രയധികം ഉണ്ടെങ്കിലും എത്ര ദർജകൾ ഉണ്ടെങ്കിലും എല്ലാവർക്കും റബ്ബിനെ കാണാൻ സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. എല്ലാവരും കാണും അല്ലേ? അള്ളാഹ് ഖുർആൻ പറഞ്ഞു കല്ലാ ഇന്നഹും അർ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. നരകക്കാരെ പറ്റി പറയണത് അവർ അവരുടെ റബ്ബിനെ തൊട്ട് മറിയിടപ്പെട്ട ആള് എന്ന് വെച്ചാൽ അവർക്ക് കാണാൻ കഴിയില്ല. നരകക്കാർക്ക്, കുഫറിന്റെ ഷിർക്കിന്റെ ആളുകൾക്ക് അള്ളാഹുവിനെ അവന്റെ വജ്ഹിലേക്ക് നോക്കാൻ സാധിക്കൂല. ഈ ആയത്ത് പറഞ്ഞിട്ട് ഇമാം ഷാഫി പറയുന്നതിന്റെ അർത്ഥം എന്താ? നേരെ തിരിച്ചു പറഞ്ഞാൽ അങ്ങനെയല്ലാത്ത കുഫറും ഷിർക്കും ഇല്ലാത്ത ആളുകൾക്ക് അവരുടെ റബ്ബിനെ തൊട്ട് മറിയിടപ്പെടുകയില്ല, കാണാൻ സാധിക്കും എന്നീ ആയത്ത് ഓതിയിട്ട് ഇമാം ഷാഫി റഹിമഹുല്ല പറയാൻ. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അള്ളാഹു സുബ്ഹാനഹു സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. തൽക്കാലം ഞാൻ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് അള്ളാഹു സുബ്ഹാനഹു സംബന്ധിച്ചാണ്. അതിൽ ഇതേപോലെ ഒരുപാട് വിഷയങ്ങളിൽ ബിദ്അത്തിന്റെ ആളുകൾ, വ്യതിയാന കക്ഷികൾക്ക് പഴവ് സംഭവിച്ചിട്ട് ഒരുപാട് മേഖലകളുണ്ട്. അത് വിശദാംശങ്ങളിൽ കടക്കുന്നില്ല. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈമാൻ എന്നുള്ളത്. ഈമാൻ എന്നുള്ളത് വളരെ പ്രധാനം. നമുക്കറിയാലോ, ദീനുൽ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈമാനാണ്. ഇബാദത്തുകളെക്കാളും സൽസ്വഭാവത്തെക്കാളും എന്തൊരു കാര്യത്തെക്കാളും
ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറ എന്നുള്ളത് വിശ്വാസമാണ്. അപ്പൊ ഈ ഈമാനെ സംബന്ധിച്ചും ഇതേപോലെ ഒരുപാട് തെറ്റിദ്ധാരണകൾ, അബദ്ധധാരണകൾ മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രചാരത്തിലുണ്ട്. അതിൽ ചിലർ വിചാരിക്കുന്നത് എന്താ, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പേടിക്കാനില്ല. നമ്മൾ ഷഹാദത്ത് കലിമ ഉച്ചരിച്ചിട്ടുള്ള മുസ്ലിമാണ് സ്വയം അവകാശപ്പെടുന്ന ഒരാളാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും പേടിക്കാനില്ല. എത്ര വലിയ ഹറാമ് ചെയ്താലും അല്ലേ, തൗഹീദ് ഉണ്ടല്ലോ, അള്ളാഹ് പുറത്തു തരും എന്ന മെന്റാലിറ്റി ഉള്ള ആളുകളുണ്ട്. ഇത് വലിയ അബദ്ധമാണ്, വലിയ അബദ്ധമാണ്, തെറ്റിദ്ധാരണയാണ്. അതേപോലെ നേരെ തിരിച്ചുണ്ട്. ചില ആളുകൾ എന്തെങ്കിലും ചെറിയൊരു, അല്ലെങ്കിൽ എന്താ പറയാ, മാനുഷികമായി പറ്റിയേക്കാവുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ മോശപ്പെട്ട എന്തെങ്കിലും ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ അവൻ പിന്നെ മുസ്ലിമേ അല്ല, അവൻ ദീനിൽ തന്നെ പുറത്തുപോയി എന്ന് കണക്കാക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്വഹാബത്തിന്റെ നിലപാട് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഒരു മുസ്ലിമിനെ മുസ്ലിം അല്ലാതാക്കുന്ന കാര്യങ്ങളുണ്ട്. അത് വിശ്വാസം കൊണ്ട് മുസ്ലിം അല്ലാതാവുന്ന കാര്യങ്ങളുണ്ട്, സംസാരം കൊണ്ട് മുസ്ലിം അല്ലാതാവുന്ന കാര്യങ്ങളുണ്ട്, പ്രവർത്തനം കൊണ്ട് മുസ്ലിം അല്ലാതാവുന്ന കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ സംശയം കൊണ്ട് മുസ്ലിം അല്ല, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴല്ലാതെ അവൻ മുസ്ലിം അല്ലാതാവൂല, അവൻ മുസ്ലിം അല്ലാതാവുകയില്ല. വളരെ ശ്രദ്ധിക്കണേ. എന്നുവെച്ചാൽ ഇത്തരം കാര്യങ്ങൾക്ക് നവാഖിദുൽ ഇസ്ലാം അല്ലെങ്കിൽ നവാഖിദുൽ ഈമാൻ എന്നൊക്കെ പറയാറുണ്ട്. ഒരാളുടെ ഈമാന് പൂർണ്ണമായും തകർത്ത് കളയുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന് നിസ്കാരം പാടെ ഉപേക്ഷിക്കുക. ഒരാൾ ഷഹാദത്ത് കലിമയൊക്കെ ചൊല്ലി, പക്ഷെ പിന്നെ ആ ജീവിതത്തിൽ ഒരിക്കൽ നിസ്കരിക്കുന്നേ ഇല്ല, അല്ലെങ്കിൽ വല്ലപ്പോഴും പെരുന്നാളിനോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോഴോ എപ്പോഴെങ്കിലും വല്ലപ്പോഴും നിസ്കരിച്ചാലായി. അങ്ങനെ ഒരാളെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അവൻ മുസ്ലിം അല്ല എന്നാണ്. എന്നുവെച്ചാൽ അവൻ നിസ്കരിക്കാതിരിക്കുക എന്നുള്ളത് ഒരാളെ മുസ്ലിം അല്ലാതാക്കുന്ന കാര്യമാണ്, മുസ്ലിം അല്ലാതാക്കുന്ന കാര്യമാണ്. അവൻ ഷഹാദത്ത് കലിമ ചൊല്ലുന്നുണ്ടെങ്കിൽ പോലും അവൻ റബ്ബിന്റെ അടുക്കൽ മുസ്ലിമായി പരിഗണിക്കപ്പെടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ലഅഹദുല്ലദീ ബൈനനാ വബൈനഹുമുസ് സ്വലാ, നമുക്കും അവർക്കും ഇടയിലുള്ള, എന്ന് വെച്ചാൽ മുസ്ലിമിനും അമുസ്ലിമിനും ഇടയിലുള്ള വ്യത്യാസം ഉള്ളത് നിസ്കാരമാണ്. ഫമൻ തറക്കഹ ഫഖദ് കഫർ, ആരാണ് അത് ഉപേക്ഷിച്ചത് അവൻ എന്തായി, മുസ്ലിം അല്ലാതായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. അതേപോലെ തന്നെ ഖബറിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുക, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ ഭാവി അറിയാന്ന് വാദിക്കുക, അതുപോലെ തന്നെ സിഹർ ചെയ്യുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരാളുടെ ഈമാൻ പൂർണ്ണമായി തകർത്ത് കളയുന്ന കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അവൻ പിന്നെ മുസ്ലിം അല്ല. അവൻ ഷഹാദത്ത് കലിമ ചൊല്ലുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവൻ അതിൽ നിന്ന് തൗബ ചെയ്യാത്തിടത്തോളം അവൻ മുസ്ലിം അല്ല. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാത്ത ബാക്കി ഒരുപാട് തിന്മകളുണ്ട്. അത് വൻപാപങ്ങളെ, ഉദാഹരണത്തിന് വൻപാപങ്ങൾ എന്ന് പറയുന്ന വലിയ വലിയ ഗൗരവപ്പെട്ട തിന്മകൾ, മദ്യപാനമോ അല്ലെങ്കിൽ മോഷണമോ വ്യഭിചാരമോ പലിശയോ, അങ്ങനെയുള്ള വലിയ വലിയ തിന്മകൾ, അത്തരം തിന്മകൾ ഒരാൾക്ക് സംഭവിച്ചാൽ അവന്റെ ഈമാൻ ഒരിക്കലും പൂർണ്ണമായും ഇല്ലാതാവുകയില്ല. അവന്റെ ഈമാൻ ഒരിക്കലും എന്ന് വെച്ചാൽ അവൻ മുസ്ലിം അല്ലാതാവൂല, അവൻ മുസ്ലിം അല്ലാതാവൂല. അവന്റെ ഈമാൻ ഈ തിന്മയ്ക്ക് അനുസരിച്ച് എന്ത് ചെയ്യും, ഈ തിന്മയുടെ ഗൗരവം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് ഇവന്റെ ഈമാൻ കുറയും, അവന്റെ ഈമാൻ കുറയും. അങ്ങേയറ്റം മോശപ്പെട്ട വ്യഭിചാരവും മറ്റും അതുപോലത്തെ അത്രയും വൃത്തികെട്ട തിന്മകളാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ അവന്റെ ഈമാനിൽ നിന്ന് വളരെ ചെറിയൊരു അംശമല്ലാതെ ബാക്കി ഉണ്ടാവില്ല, വളരെ ചെറിയൊരു അംശമല്ലാതെ അവന്റെ ഈമാനിൽ ബാക്കി ഉണ്ടാവുകയില്ല. ഈമാൻ അങ്ങേയറ്റം കുറയും. ഇങ്ങനെ ഒരാൾ എന്ന് വെച്ചാൽ ഒരാൾ തൗഹീദ് ഉണ്ട്, ഈമാൻ ഉണ്ട്, പക്ഷെ മദ്യപാനിയാണ് അല്ലെങ്കിൽ വ്യഭിചാരിയാണ്, അതിൽ തന്നെ തുടർന്നിട്ട് അവൻ മരണപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ അവന്റെ അവസ്ഥ എന്താ, ഖിയാമത്ത് നാളിൽ അവൻ റബ്ബിന്റെ മശീഅത്തിന് കീഴിൽ, എന്ന് വെച്ചാൽ റബ്ബിന്റെ തീരുമാനത്തിന്റെ കീഴിലാണ്.
റബ്ബ് ഉദ്ദേശിച്ചാൽ അവൻ ചെയ്ത തിന്മ കാരണത്താൽ അവനെ ശിക്ഷിക്കും. റബ്ബ് ഉദ്ദേശിച്ചാൽ അവന് പുറത്തു കൊടുക്കുകയും ചെയ്യും. റബ്ബിന്റെ ഉദ്ദേശത്തിന് കീഴിലാണ്, മശീഅത്തിന് കീഴിലാണ്. ഇത് അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില നല്ല പ്രവർത്തനങ്ങൾ, എത്രത്തോളം ഒരു പ്രവർത്തനം നന്നാകുന്നുവോ അത്രത്തോളം നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയും ചെയ്യും. ഒരാൾ ഒരു ഹറാം ഒഴിവാക്കി, അവന്റെ ഈമാൻ വർദ്ധിക്കും. അതേപോലെ തന്നെ ഒരു വാജിബ് പൂർത്തീകരിച്ചു, അവന്റെ ഈമാൻ വർദ്ധിക്കും. ഈ വാജിബുകൾക്ക് കൂടെ സുന്നത്തും പിന്നെ കൂടുതൽ ചെയ്യുകയാണെങ്കിൽ അത് പിന്നെയും ഈമാൻ വർദ്ധിക്കും. ഹറാമുകൾക്ക് പുറമെ മക്രൂഹാത്തുകൾ ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെയും ഈമാൻ എന്ത് ചെയ്യും? വർദ്ധിക്കും. എന്നുവെച്ചാൽ ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. ഈ ഈമാനിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചിട്ടാണ് സ്വർഗത്തിലെ ദർജകൾ. അല്ലെ, സ്വർഗത്തിൽ വിശ്വാസം പഠിപ്പിച്ചെന്നത് 100 ദർജയാണ്, 100 പദവികളാണ് സ്വർഗത്തിനുള്ളത്. ഈ പദവികളുടെ വ്യത്യാസം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒന്നാമത്തത് ഈമാന്, രണ്ടാമത്തത് ഇൽമാണ്. ഇപ്പൊ ഈമാനിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. നല്ലോണം ഈമാനുള്ള ആളുകൾ ഉണ്ടാവും, വളരെ കുറച്ച് ഈമാനുള്ള ആളുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു കുറെ ആളുകൾ അവരെ പല രൂപത്തിൽ സ്വർഗത്തിലേക്ക് എത്തിക്കും. അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നീ നരകക്കാരിൽ ചെന്ന് നോക്കുക, മുഹമ്മദേ, നീ നരകക്കാരിലേക്ക് പോയി ചെന്ന് നോക്കുക. അവരിൽ ആർക്കെങ്കിലും അവന്റെ ഹൃദയത്തിൽ ഒരു അണുമണി തൂക്കം, ഒരു ഉറുമ്പിന്റെ തൂക്കം, ഒരു ഉറുമ്പിന്റെ വെയിറ്റ് എങ്കിലും, അത്രയെങ്കിലും ഈമാൻ ഒരാളുടെ ഹൃദയത്തിൽ നീ കാണുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ നീ നരകത്തിൽ നിന്ന് എന്ത് ചെയ്തോ, പുറത്തേക്ക് കൊണ്ടുവരാൻ നീ എന്നോട് ശുപാർശ പറഞ്ഞോളൂ എന്ന് അനുമതി കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ ഈമാൻ കുറഞ്ഞ് ഒരു ഉറുമ്പിന്റെ വെയിറ്റിന്റെ അത്രയും ആകും. കൂടി എന്ത് ചെയ്യും? ഒരു ഉഹുദ് മലനേക്കാളും ആവും. ഏതുപോലെ? ഒരു സംഭവമുണ്ട്, സഹാബത്തിനിടയിൽ നടന്നൊരു സംഭവം. അതായത് ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു ഒരു മലന്റെ മുകളിൽ കയറി, ഒരു ഉയർന്ന പ്രദേശം, അതിലൊരു മരമുണ്ട്, ഒരു അറാഖിന്റെ എന്തിനോ മരം. ആ മരത്തിൽ നിന്ന് ഈ കമ്പ് പൊട്ടിക്കാൻ, അറാഖിന്റെ കഷ്ണം പൊട്ടിക്കാൻ എന്തിനോ വേണ്ടി ഈ ഉയർന്ന പ്രദേശത്തേക്ക് ആര് കയറുകയാണ്? ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു കയറുകയാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തൊക്കെ താഴെയുണ്ട്, ഇവരൊക്കെ തൊട്ട് അടുത്തുണ്ട്. അപ്പോൾ ഈ ഉയർന്ന പ്രദേശത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് നല്ല ശക്തമായ ഒരു കാറ്റടിക്കുകയാണ്. അപ്പൊ ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു വളരെ എന്താ പറയാ, മെലിഞ്ഞ, വളരെ ഹൈറ്റ് കുറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഉയർന്ന് കയ്യെ പൊക്കി ഇങ്ങനെ പിടിക്കാൻ നോക്കുമ്പോ ഈ ഇദ്ദേഹത്തിന്റെ കണങ്കാല് വെളിവാകുന്നുണ്ട്. എന്ന് വെച്ചാൽ വളരെ നേർത്ത, കട്ടിയില്ലാത്ത ഒരു കണങ്കാല് കാണാൻ. ഈ കാറ്റടിച്ചപ്പോ ഇത്രയും ദുർബലനായ, ഇത്രയും മെലിഞ്ഞു പോയ ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു ആ കാറ്റത്ത് ഇളകിപ്പോണം, പറന്നു പോകുന്ന പോലെ ആകുകയാണ്. അപ്പൊ ഈ കാഴ്ച കണ്ടിട്ട് സ്വഹാബത്ത് അറിയാതെ ചിരിച്ചു പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എന്തിനായി ചിരിക്കുന്നത്? അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, ആ ഇബ്നു മസൂദിന്റെ കണങ്കാലിന്റെ അതിന്റെ എന്താ പറയാ, അത്രത്തോളം അത് നൈസാണ്, അത്രത്തോളം അത് വെയിറ്റ് ഇല്ലാത്തതാണ് എന്ന് കണ്ടിട്ടാണ് ഞങ്ങൾ അറിയാതെ ചിരിച്ചു പോയതാണെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണെന്നറിയോ? ആ കാല്, നിങ്ങൾ ഈ ചിരിച്ച വെയിറ്റ് ഇല്ല എന്ന് പറഞ്ഞ ഈ നേർത്ത കണങ്കാല്, ഇത് ഖിയാമത്ത് നാളിൽ മീസാനിൽ ഉഹദ് മലയേക്കാൾ കനണ്ടാവും. ഈ കണങ്കാല് ഖിയാമത്ത് നാളിൽ മീസാനിൽ ഉഹദ് മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഈമാൻ, അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അളവ് പഠിപ്പിച്ചിരുന്നത് ഉഹദ് മലയേക്കാൾ വലുതാണെന്ന്. അപ്പൊ ഇത് ഈമാൻ നല്ലോണം കൂടുകയും ചെയ്യും, ഒരുപാട് കുറയുകയും ചെയ്യും. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി. നല്ലത് ചെയ്താൽ കൂടും, മോശം ചെയ്താൽ കുറയും. ഒരുപാട് വളരെ മികച്ചൊരു കാര്യം ചെയ്താൽ ഒരുപാട് കൂടും, വളരെ മോശപ്പെട്ടൊരു കാര്യം ചെയ്താൽ ഒരുപാട് കുറയും. പിന്നെ ഏറ്റവും അപകടം പിടിച്ചത് നമ്മൾ പറഞ്ഞില്ല, ദീനിൽ നിന്ന് പുറത്തു പോകും എന്ന് പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ, വലിയ ഷിർക്ക്, വലിയ കുഫർ, വലിയ നിഫാഖ് എന്നൊക്കെ പഠിപ്പിക്കപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ ചെയ്താൽ പിന്നെ അവൻ മുസ്ലിമെ, അവന്റെ ഹൃദയത്തിൽ പിന്നെ ഈമാൻ നിലനിൽക്കുക തന്നെ ഇല്ല. അവന്റെ ഹൃദയത്തിൽ പിന്നെ ഈമാൻ നിലനിൽക്കുകയേ ഇല്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. സ്വഹാബത്തിന്റെ നിലപാടുകളിൽ വളരെ അടിസ്ഥാനമായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഇത് ഈമാനെ സംബന്ധിച്ച്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവാൻ പാടില്ല?
നമ്മുടെ തെറ്റുകൾ അത് ഒരുപാടായി, ഇനി ഞാൻ ഒരിക്കലും സ്വർഗത്ത് പോവില്ല, ഞാനൊക്കെ തുലഞ്ഞു പോയ നശിച്ചു പോയനാണ്, ഇനി എനിക്കൊരു സ്വർഗത്തിൽ പോകാൻ സാധിക്കൂല എന്ന് ചിന്തിക്കാനും നമുക്ക് പാടില്ല. അതേസമയം എനിക്ക് തൗഹീദ് ഉണ്ടല്ലോ, എനിക്ക് ഈമാൻ ഉണ്ടല്ലോ, ഞാൻ അള്ളാഹുവിനോട് മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, അതുകൊണ്ട് ഈ ഹറാമുകളൊന്നും എനിക്ക് അതിന്റെ പേരിൽ ശിക്ഷ ഉണ്ടാവുകയില്ല എന്ന് ചിന്തിക്കാനും രണ്ടും അപകടമാണ്. രണ്ടും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത്, നിന്റെ തെറ്റ് എത്ര ചെറുതാണെങ്കിലും ആ തെറ്റിന്റെ പേരിൽ നിന്നെ ശിക്ഷിക്കാൻ സാധിക്കുന്നവനാണ് നിന്റെ റബ്ബ്. നിന്റെ തെറ്റ് എത്ര ചെറുതാണെങ്കിലും ആ നിസ്സാരമായ തെറ്റിന്റെ പേരിൽ പോലും നിന്നെ ശിക്ഷിക്കാൻ സാധിക്കും നിന്റെ റബ്ബിന്. അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, നിന്റെ തെറ്റ് എത്ര വലുതാണെങ്കിലും ആ തെറ്റ് വളരെ എളുപ്പത്തിൽ പുറത്തു തരാൻ സാധിക്കുന്നവനുമാണ് നിന്റെ റബ്ബ്. എന്ന് വെച്ചാൽ നമ്മൾ പരിധി വിട്ട് രണ്ട് എക്സ്ട്രീമിലേക്കും പോകുന്നത് തെറ്റാണ്. എപ്പോഴും നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ അങ്ങേയറ്റം പേടിയുണ്ടാകണം. എൻ്റെ ഇബാദത്തുകൾ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടാകുമോ? ഉണ്ടാവില്ലായിരിക്കും, ഒരുപാട് ന്യൂനതകൾ ഉണ്ടല്ലോ. എൻ്റെ തൗബ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടാവില്ലേ? എൻ്റെ തെറ്റുകൾ റബ്ബ് എനിക്ക് പുറത്തു തന്നിട്ടുണ്ടാവില്ലേ? ഞാൻ ഇതുമായി റബ്ബിനെ കണ്ടുമുട്ടിയാൽ ഞാൻ റബ്ബിനെടുക്ക് ശിക്ഷിക്കപ്പെടുമോ എന്ന പേടി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അതേസമയം തന്നെ റബ്ബ് അങ്ങേയറ്റം ഔദാര്യവാനാണ്. എൻ്റെ തൗബ അതിലൊരുപാട് ന്യൂനതകൾ ഉണ്ടെങ്കിലും റബ്ബ് എനിക്ക് പുറത്തു തന്നിട്ടുണ്ടാകും. എൻ്റെ ഇബാദത്തുകൾ അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എങ്കിലും റബ്ബ് അത് എന്ത് ചെയ്തിട്ടുണ്ടാകും? എന്നിൽ സ്വീകരിച്ചിട്ടുണ്ടാകും. എൻ്റെ തെറ്റുകൾ അത് ഒരുപാട് ഞാൻ ആവർത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ റബ്ബ് എനിക്കത് അവന്റെ റഹ്മത്തുകൊണ്ട് പുറത്തു തന്നിട്ടുണ്ടാകും എന്ന പ്രതീക്ഷയും ഇത് രണ്ടും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. ഇത് രണ്ടും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വിഷയങ്ങൾ ഞാൻ ചുരുക്കി പറയാം, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഖബർ ശിക്ഷ പല ആളുകളും നിഷേധിക്കുന്നത് എന്ന് പല ആൾക്കാരും അത് വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത ഒരുപാട് ആളുകൾ മുസ്ലിമീങ്ങൾക്കിടയിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് തന്നെ നമുക്കത് വ്യക്തമാണ് അല്ലേ? അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ നിസ്കാരത്തിലും സലാം വീട്ടുന്നതിന് മുമ്പ് 4 കാര്യങ്ങളിൽ നിന്ന് രക്ഷ ചോദിക്കാൻ പഠിപ്പിച്ചു തരാം. 4 കാര്യങ്ങളുടെ ഷർറിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്. അതിലൊന്നെന്താ? ഖബർ ശിക്ഷയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നമ വമിൻ അദാബിൽ ഖബരി. ഖബർ ശിക്ഷ, ഖബറിനകത്ത് ശിക്ഷയുണ്ട്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞ് ഖിയാമത്ത് നാളിൽ അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് വരേക്കും അവന്റെ ഖബർ ഒന്നുകിൽ സ്വർഗത്തിന്റെ പൂങ്കാവനങ്ങളിൽപ്പെട്ടൊരു പൂങ്കാവനമായിരിക്കും, അല്ലെങ്കിൽ നരകത്തിന്റെ തീക്കുണ്ടാരങ്ങളിൽപ്പെട്ടൊരു തീക്കുണ്ടാരം. ഇത് രണ്ടുമല്ലാത്ത ഒരു ഖബറുമില്ല. ഒരാളുടെ ബർസഖിയായ ജീവിതവും ഈ രണ്ടവസ്ഥയിലല്ലാത്തൊരവസ്ഥയിലില്ല. ഒന്നുകിൽ സ്വർഗത്തിന്റെ ഒരു സാമ്പിള് ആയിരിക്കും അവന്റെ ഖബർ. സ്വർഗത്തിലെ സുഗന്ധം, സ്വർഗത്തിലെ വിരിപ്പ്, സ്വർഗത്തിൽ അവൻ പ്രവേശിച്ചാൽ കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങൾ ഇത് പ്രദർശിപ്പിച്ച് കാണിച്ചു കൊടുക്കപ്പെടും. ഇവന്റെ ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കപ്പെടും. ഇനി അല്ലെങ്കിൽ നേരെ തിരിച്ചാണെങ്കിൽ നരകത്തിന്റെ ചൂട്, അവിടുത്തെ ദുർഗന്ധം, അവിടുത്തെ തീ കൊണ്ടുള്ള വിരിപ്പ്, ഇവൻ നരകത്തിൽ പ്രവേശിച്ചാൽ കിട്ടാൻ പോകുന്ന ശിക്ഷകൾ ഇത് കാണിച്ചു കൊടുക്കപ്പെടും. അങ്ങനെ നരകത്തിൻ്റെ ഒരു സാമ്പിളായി അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ ഒരു സാമ്പിളായി എന്ത് ചെയ്യും? ഈ ഖബറുകളായിത്തീരും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഹാബത്തിന്റെ നിലപാടുകൾപ്പെട്ടൊരു കാര്യം. അതുപോലെ തന്നെ മുസ്ലിം ഭരണാധികാരിയുടെ വിഷയത്തിൽ ഇന്ന് ഈ മൊത്തത്തിലുള്ള ലോകാടിസ്ഥാനത്തിലുള്ള പല ആളുകളുടെയും സംസാരങ്ങളും ഇടപെടലുകളൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം. മുസ്ലിം ഭരണാധികാരിയെ പരസ്യമായി വിമർശിക്കലും അവർക്കെതിരെ കുറ്റങ്ങൾ ആരോപിക്കലും അവരുടെ കുറ്റങ്ങൾ ചികഞ്ഞന്വേഷിച്ച് കണ്ടുപിടിക്കലും അതുപോലെ തന്നെ അവർക്കിടയിൽ സമൂഹത്തിൽ അവർക്കുള്ള വില എന്തെങ്കിലും നഷ്ടപ്പെടുത്തലും അവർക്കെതിരെ വിപ്ലവം നയിക്കലും സമരങ്ങൾ നടത്തലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊന്നും സ്വഹാബത്തിന്റെ നിലപാടല്ല.
സ്വഹാബത്തിന്റെ നിലപാടല്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താ? നിങ്ങളുടെ മേൽ വൈൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശിയുൻ, അബസീനിയക്കാരനായ ഒരു അടിമയാണ് നിങ്ങളുടെ മേൽ ഭരണം കൈയാളുന്നതെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? അസ്സംഇ വത്വാഅ, നിങ്ങൾ കേൾക്കുക, അനുസരിക്കുക. ഹറാമല്ലാത്ത എന്ത് ആ ഭരണാധികാരി നിങ്ങളോട് കൽപ്പിച്ചാലും നിങ്ങൾ ആ ഭരണാധികാരി അനുസരിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും, നിങ്ങൾക്ക് എളുപ്പമുള്ള സന്ദർഭമാണെങ്കിലും പ്രയാസമുള്ള സന്ദർഭമാണെങ്കിലും, നിങ്ങളുടെ മുതുകത്തടിച്ചാൽ പോലും, നിങ്ങളുടെ സമ്പത്ത് പിടിച്ചെടുത്താൽ പോലും നിങ്ങൾ ആ ഭരണാധികാരി അനുസരിക്കണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അങ്ങനെ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ഹദൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകളാണ്. ഞാൻ സമയം കുറവായതുകൊണ്ട് അതിന്റെ ലഫ്ലുകളൊന്നും ഉദ്ധരിക്കാത്തതാണ്. ഇനി എന്തെങ്കിലും ആ ഭരണാധികാരിയുടെ വിഷയം എന്തെങ്കിലും പോരായ്മകൾ കണ്ടാൽ തന്നെ പരസ്യമായി പറയരുത്, നേർക്ക് നേരെ രഹസ്യമായി മൂന്നാമതൊരാൾ ഇല്ലാതെ പറയാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ മാത്രമേ ഉപദേശിക്കാവൂ, വിമർശിക്കാവൂ, കാര്യങ്ങൾ അവതരിപ്പിക്കാവൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റ് മതങ്ങളെ സംബന്ധിച്ചില്ലേ, ഇന്ന് മിക്ക ആൾക്കാരും എല്ലാ ദീനയിലും എങ്ങനെയായാലും കുഴപ്പമില്ല, നന്നായി ജീവിച്ചാൽ മതി അല്ലേ, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് മുസ്ലിമീങ്ങൾക്ക് പോലും. ഏത് ദീനായാലും ഒരു പ്രശ്നമല്ല, നല്ല രൂപത്തിൽ അല്ലെ, എല്ലാ ദീനിലും നല്ലതും ചീത്തയുണ്ടെന്നൊക്കെയാണ് പല ആൾക്കാരും പറയാം. വളരെ ഗൗരവമുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതും ഖുർആന്റെ ആയത്തുകൾക്കൊക്കെ നേർ വിപരീതമാകുന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചെന്ന് എന്താ? വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു. അള്ളാഹ് പറയാണ്, ആരാണോ ഇസ്ലാം അല്ലാത്ത ഒരു കാര്യത്തെ ദീനാക്കാൻ ആഗ്രഹിക്കുന്നത്, ഫലൻ യുഖ്ബല മിൻഹു, അവനിൽ നിന്ന് ആ ദീൻ ഒരിക്കലും സ്വീകരിക്കൂല. അള്ളാഹ് സ്വീകരിക്കൂല ഖിയാമത്ത് നാളിൽ. ആ പ്രവർത്തനം, ആ ഇബാദത്ത്, ആ ഒരു ആദർശം അള്ളാഹ് സ്വീകരിക്കൂല. ഇസ്ലാം അല്ലാത്തത് അതല്ലേ അള്ളാഹ് പറഞ്ഞു, വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, നിങ്ങൾക്ക് അള്ളാഹു ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇസ്ലാമേ റബ്ബിന്റെ അടുക്കൽ തൃപ്തികരമാവുകയുള്ളൂ. റബ്ബ് അതേ തൃപ്തിപ്പെട്ടിട്ടുള്ളൂ, ബാക്കിയൊരു ദീൻ അള്ളാഹ് തൃപ്തിയില്ല. അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എന്ന് വെച്ചാൽ ഒരിക്കൽ തെറ്റിദ്ധരിക്കരുത്, മൂസ അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിലെ ജൂതന്മാരും ഈസാ അലൈഹി സ്വലാം കാലഘട്ടത്തിലെ നസ്രാണികളും ഒന്നും സ്വർഗത്തിൽ പോകൂല എന്ന് വിചാരിക്കണ്ട. മൂസ അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിലെ ജൂതന്മാർ ഇന്നത്തെ ജൂതന്മാരുടെ ദീനിലായിരുന്നില്ല, അവർ ശരിയായ ഇസ്ലാമിലായിരുന്നു. ഈസാ അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിലെ നസാറാക്കൾ ഇന്നത്തെ നസ്രാണികളെ പോലെ അവരുടെ ആദർശത്തിലല്ല, അവർ ശരിയായ ഇസ്ലാമിലായിരുന്നു. അതേ ആദർശവുമായിട്ടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത്. ഈ ആദർശം ആരാണോ പിൻപറ്റാത്തത് അവൻ റബ്ബിന്റെ അടുക്കൽ രക്ഷപ്പെടുകയില്ല, സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. നമുക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞുതരാം, ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞുതരാം. ബുഖാരിയിലുള്ളൊരു സംഭവമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൗറാത്തിന്റെ ചില കലർപ്പില്ലാത്ത ഗഡുകൾ എവിടെ നിന്നോ കിട്ടിയപ്പോ സന്തോഷത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ ചെന്നിട്ട് വായിക്കാൻ ആരംഭിക്കാം. ഉമർ ഇബ്നുൽ ഖത്താബ് എന്താ ചിന്തിച്ചത്? തൗറാത്തല്ലേ, മൂസാ നബിക്ക് ഇറക്കി കൊടുത്ത കിതാബല്ലേ, കലർപ്പില്ലാത്ത ഏടുകളല്ലേ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിക്കും എന്ന് വിചാരിച്ചിട്ട് ചെന്ന് വായിക്കാൻ ആരംഭിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വായിക്കുന്നത് കണ്ടിട്ട് ദേഷ്യം കൊണ്ട് മുഖം ചുവക്കുകയാണ്. എത്രത്തോളം ചുവന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം കണ്ടിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് വായന നിർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുക. അവസാനം പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം ഉമർ ഇബ്നുൽ ഖത്താബിന് പറഞ്ഞു കൊടുക്കുന്നത്, ലൗകാന മൂസ ഹയ്യൻ ലമാ വസിഅഹു ഇല്ല ഇത്തിബാഇ. മൂസ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ എന്നെ പിൻപറ്റാതെ മൂസാക്ക് വേറൊരു നിവൃത്തിയില്ല. അത് അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്ത കൽപ്പനയാണ്, അള്ളാഹ് ഏൽപ്പിച്ച ദൗത്യാണ്. മുഹമ്മദ് എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് റസൂലായി നിശ്ചയിക്കപ്പെടുന്നുവോ
അന്ന് നിങ്ങൾ ആ റസൂലിനെ പിൻപറ്റിയാലല്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല, സാധിക്കില്ല എന്ന് അള്ളാഹു മൂസ അലൈഹി സ്വലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഈസാ അലൈഹി സ്വലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, എല്ലാ നബിമാർക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ നബിമാർ അവരുടെ സമൂഹങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവരുടെ കിതാബുകൾ അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമാണ് വിഷയം. ഇന്ന് വേദഗ്രന്ഥങ്ങളായി നിലനിൽക്കുന്നതിൽ കലർപ്പില്ലാത്ത ഭാഗങ്ങൾ പരിശോധിച്ച പണ്ഡിതന്മാർ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ടാക്കാൻ വ്യക്തമായ പ്രൂഫോടുകൂടെ, ഓരോന്നിന്റെയും കൃത്യമായ മസ്ദറോടുകൂടെ, റെഫറൻസോടുകൂടെ. ഏറ്റവും നല്ല എക്സാമ്പിൾ എന്താ? ഈസാ അലൈഹിസ്സലാം അല്ലെ, അവസാന കാലത്ത് മസീഹുദ്ദജ്ജാലിനെ കൊല്ലാൻ ഇറങ്ങി വരിക സാക്ഷാൽ ഈസബിന് മറിയം. ഇന്ന് നസാറാക്കൾ ജീസസ് ആയി ആരാധിക്കുന്ന അതേ ഈസബിന് മറിയും, ഇഞ്ചിയിൽ കിട്ടിയ അതേ ഈസബിന് പറയും. അദ്ദേഹം വീണ്ടും ഇറങ്ങി വരും ഈ ദുനിയാവിലേക്ക്. അദ്ദേഹം ഇറങ്ങി വന്നിട്ട് അദ്ദേഹം ഒരിക്കലും ഇഞ്ചിയിൽ അനുസരിച്ചിട്ടല്ല ജീവിക്കുക, ഖുർആൻ അനുസരിച്ചിട്ടാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് പിൻപറ്റിയിട്ടാ. മൂസ അലൈഹിസ്സലാം ഈസാ അലൈഹിസ്സലാമിനും ഒഴിവില്ലെങ്കിൽ പിന്നെ ആർക്ക് ഒഴിവുണ്ടാവുക? പിന്നെ ആർക്കാണ്? അവര് പോലും ഈ ദീനിനെ പിൻപറ്റിയാലല്ലേ സ്വർഗത്തിൽ പോവുകയുള്ളെങ്കിൽ. വളരെ ശ്രദ്ധിക്കേണ്ട ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ നമ്മുടെ കൂടെയുള്ള മറ്റു മതസ്ഥർക്ക്, നമ്മുടെ കൂട്ടുകാരോ കുടുംബക്കാരോ അല്ലെങ്കിൽ നാട്ടുകാരോ ഒക്കെ ആയിട്ടുള്ള പലരും ഉണ്ടാവും. അവർക്കൊക്കെ നമ്മൾ ഈ സത്യം, വസ്തുത അറിയിച്ചു കൊടുക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. അവർ അത് പറഞ്ഞ് കേട്ടിട്ട് അനുസരിക്കുക, അതൊക്കെ അവരുടെ വിഷയമാണ്, അതൊക്കെ വേറെ വിഷയം. നമ്മൾക്കത് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഏത് ദീനല്ലേ എല്ലാ പുഴകളും ചേർന്നൊരു കടലിലേക്ക് എത്തുന്ന പോലെ എങ്ങനെ പോയാലും കുഴപ്പമില്ല, ഏത് ആദർശമായാലും കുഴപ്പമില്ല, ഏത് മതമായാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് നമ്മൾ തിരുത്തി കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവസാനം ഒരു വിഷയം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ, വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. എന്താണ് ജിഹാദ് എന്നുള്ള വിഷയം? ഒരുപാട് ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉള്ള ഒരു വിഷയമാണ്. ശ്രദ്ധിക്കണം, ദീനിൽ ഇസ്ലാമിൽ ജിഹാദ് എന്നുള്ള കാര്യമുണ്ട്. അതിങ്ങോട്ട് വരുന്നവനെ ഡിഫൻസ് ചെയ്യുക എന്നുള്ള മാത്രമല്ല, അതല്ലാത്ത ജിഹാദും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഇന്നത്തെ വർത്തമാന കാലത്ത് അല്ലെങ്കിൽ കുറച്ച് മുമ്പൊക്കെ നമ്മൾ മീഡിയയിലും മറ്റുമൊക്കെ കണ്ടിട്ടുള്ള അവിടെ ഇവിടെയും പോയി പല നാടുകളിൽ പോയി പൊട്ടിത്തെറിപ്പിക്കലുകളും ബോംബ് ബ്ലാസ്റ്റുകളും മറ്റുള്ള കാര്യം, ചാവേർ സ്ഫോടനങ്ങളും, ഇതല്ല ദീനിൽ ഇസ്ലാം പഠിപ്പിച്ചെന്ന ജിഹാദ്. അല്ലെ, കെട്ടിടങ്ങൾ പൊളിക്കുക, പല പ്ലെയിനുകളിൽ ബോംബിടുക, പള്ളികൾ തകർക്കുക, സ്കൂളുകൾ തകർക്കുക, ഇങ്ങനെ കുറെ ആൾക്കാരെ കൊല്ലുക, ഇതല്ല ദീനുൽ ഇസ്ലാം ജിഹാദ്. ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലായ ഉദാഹരണം നിസ്കാരം. ഒരാളിപ്പോ നിസ്കരിക്കാൻ ആഗ്രഹിച്ചിട്ട് എന്തെങ്കിലും കാണിച്ചു കൂട്ടുകയാണ്, അയാൾ ആ നിസ്കാരം പരിഗണിക്കപ്പെടൂല. ആ നിസ്കാരം എങ്ങനെ നിസ്കരിക്കാൻ പഠിപ്പിച്ചെന്നുവോ അതിന്റെ ഷുറൂത്തുകളും അർക്കാനുകളും വാജിബാത്തുകളൊക്കെ പൂർത്തീകരിക്കുമ്പോഴേ അത് നിസ്കാരം എന്ന രൂപത്തിൽ കണക്കാക്കപ്പെടുള്ളൂ. ഇതേപോലെ തന്നെ ജിഹാദിനും ഒരുപാട് ഷുറൂത്തുകളുണ്ട്, അർക്കാനുകളും വാജിബാത്തുകളൊക്കെ ഉണ്ട്. അതൊക്കെ പാലിക്കുമ്പോഴേ അത് ജിഹാദാവുള്ളൂ. അങ്ങനെയുള്ള ജിഹാദ് വളരെ പുണ്യകരമായ ശ്രേഷ്ഠമായ ഇബാദത്താണ്. ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിരുന്ന ജിഹാദ് ഉണ്ട്, അതൊരു ഭാഗത്ത് അതിന് ശരിയായ രൂപത്തിൽ ശരിയായ രീതിയിൽ ചെയ്യുമ്പോൾ മാത്രമേ അത് ജിഹാദ് ആവുകയുള്ളൂ. എന്നാൽ ഇന്നത്തെ തീവ്രവാദ സംഘങ്ങളും മറ്റ് സംഘടനകളും വിഭാഗങ്ങളും അതൊന്നും ദീനുൽ ഇസ്ലാമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്, കഴിഞ്ഞു, നിർത്താണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ മാത്രമാണ് സ്വഹാബത്ത് സ്നേഹിക്കാറും വെറുക്കാറുണ്ടായത്. എന്നുവെച്ചാൽ ഒരു നാട് ഒരേ നാട്ടുകാരനായി, അല്ലെങ്കിൽ ഒരേ ഭാഷക്കാരനായി, അല്ലെങ്കിൽ കുറെ നമ്മുടെ ഒരേ എന്താ പറയുക കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളായി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്യങ്ങൾ, കുറെ സമ്പത്തുണ്ട്, അല്ലെങ്കിൽ കുറെ സൗന്ദര്യമുണ്ട്, അല്ലെങ്കിൽ കുറെ ഫേമസ് ആണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ, വിഷയങ്ങൾ, ഇതൊന്നും കൊണ്ടല്ല സ്വഹാബത്ത് ഒരാളെ ഇഷ്ടപ്പെടാറും വെറുക്കാറുള്ളത്. സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇഷ്ടവും വെറുപ്പും ഒക്കെ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ ലില്ലാഹ് വ അബ്ഗദ ലില്ലാഹ്
വഅഅതാ ലില്ലാഹ് വമനഅ ലില്ലാഹ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. ആരാണോ അള്ളാഹുവിനു വേണ്ടി ഇഷ്ടപ്പെടുകയും അള്ളാഹുവിനു വേണ്ടി വെറുക്കുകയും അള്ളാഹുവിനു വേണ്ടി കൊടുക്കുകയും അള്ളാഹുവിനു വേണ്ടി തടയുകയും ചെയ്യുന്നത് അവന്റെ ഈമാൻ പരിപൂർണമായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതേപോലെ സ്വഹാബത്ത് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സംഘമായതുകൊണ്ട്, ഒരു സംഘടനയിലായതുകൊണ്ട്, ഒരു വിഭാഗത്തിലായതുകൊണ്ട്, ഒരു പ്രത്യേക രീതിയിലായതുകൊണ്ട്, രൂപത്തിലായതുകൊണ്ട് ഒരാളെ കൂടുതൽ ഇഷ്ടപ്പെടുക വെറുക്കുക എന്നുള്ളതൊന്നും സ്വഹാബത്തിന്റെ നിലപാടല്ല. മറിച്ച് ശരിയായ ആദർശത്തിലുള്ള ആളുകൾ, അല്ലെ അള്ളാഹ് പറഞ്ഞ അല്ലദീന ആമനു വകാനു യത്തഖൂൻ, ശരിയായ വിശ്വാസമുണ്ട്, അത് നമ്മൾ ആദ്യം പരിശോധിക്കും. അതിനോട് കൂടെ തഖ്വ പാലിക്കുന്ന എത്രത്തോളം ഹറാമുകൾ വിട്ടു നിൽക്കുന്നുണ്ട്, എത്രത്തോളം വാജിബുകൾ പാലിക്കുന്നുണ്ട്, ഇത് രണ്ടും നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, സ്വഹാബത്ത് ഒരാളെ ഇഷ്ടപ്പെടുക. ഇത് രണ്ടും പാലിക്കാൻ പരമാവധി ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ അയാളാണ് എല്ലാത്തിനേക്കാളും, സ്വന്തം വീട്ടുകാരെക്കാളും കുടുംബക്കാരെക്കാളും പരിചയക്കാരെക്കാളും എല്ലാവരെക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക ആ ആളെയാണ്. ചിലപ്പോൾ അയാളായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല, ഒരു പരിചയം ഉണ്ടാവില്ല, പക്ഷെ അയാളെയാണ് ഇവരെക്കാളും എല്ലാവരെക്കാളും ഇഷ്ടപ്പെടുക അവരെയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും പൂർണ്ണമായി ഈമാനുള്ളവരാവുകില്ല ഏതുവരേക്കും നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും എല്ലാ ജനങ്ങളെക്കാളും ഞാൻ നിങ്ങൾക്ക് പ്രിയങ്കരനാകുന്നത് വരേക്കും നിങ്ങളിൽ ഒരാളും പരിപൂർണമായ ഈമാനുള്ളവനാകുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ട അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെ, പിന്നെ മറ്റു നബിമാരെ, അംബിയാ മുർസലീങ്ങളെ, പിന്നെ അവരുടെ സ്വഹാബത്തീങ്ങളെ, അവരേറ്റവും നല്ല രൂപത്തിൽ പിൻപറ്റിയ ആളുകളെ, അവരുടെ അറിവുകൾ നമുക്ക് എത്തിച്ചേർന്ന ഉലമാക്കളെ, അങ്ങനെയുള്ള നമ്മൾ ആ ഒരു രൂപത്തിലാണ് നമ്മൾ ഇഷ്ടം നമ്മൾ ക്രമീകരിക്കേണ്ടത്. പിന്നെ അതേ ആദർശം പിൻപറ്റാൻ ആഗ്രഹിക്കുന്ന പരിശ്രമിക്കുന്ന നമ്മുടെ സമകാലികരെ, ഇന്നത്തെ നമ്മുടെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരെ, കുടുംബക്കാരെ, അവരെയാണ് നമ്മൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ടത്. എത്രത്തോളം ഈ കാര്യങ്ങൾ കുറയുന്നു, ഈമാനും തഖ്വയും കുറയുന്നോ അത്രത്തോളം നമ്മൾ അവരെ വെറുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അത് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിരുന്ന അടിസ്ഥാനപരമായിട്ടൊരു മര്യാദയാണ്. ഇത് സ്വഹാബത്ത് കാണിച്ചെന്ന മാർഗമാണ്. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യട്ടെ. ചില ഉദാഹരണങ്ങൾ പറഞ്ഞത് മാത്രമാണ്, ഈ വേറെയും പല വിഷയങ്ങളുണ്ട്. പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കുമെങ്കിൽ ഇൻഷാ അല്ലാഹ് സാഹചര്യം ഉണ്ടെങ്കിൽ പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോ കാര്യങ്ങളിലും ഓരോ നിലപാടുകളിലും സ്വഹാബത്തിന്റെ ആദർശവും നിലപാടുകളും വിശ്വാസവും പഠിച്ചു മനസ്സിലാക്കി അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി റബ്ബിനെ കണ്ടുമുട്ടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അതിന് ഇത്തരം സന്ദർഭങ്ങൾ, സംസാരങ്ങൾ സബബുകളാക്കി തീർക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.